ഇറാനുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു ദിവസം നേരിട്ടുള്ള സൈനിക ചെലവുകൾക്കായി മാത്രം ഏകദേശം 2.25 ബില്യൺ ഷെക്കൽ, ഏകദേശം $725 മില്യൺ ആണ് ചിലവാകുന്നത്. അതായത് ഇസ്രായേൽ ഒരു ദിവസം $1 ബില്യൺ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. മുന്നറിയിപ്പ് നൽകുകയാണ് മുൻ ഇസ്രായേൽ പ്രതിരോധ മേധാവി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമ്പോൾ ഈ യുദ്ധം ഇസ്രായേലിന് പ്രതിദിനം $725 ദശലക്ഷം സൈനിക ചെലവുകൾക്ക് മാത്രമായി നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് മുൻ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും IDF ചീഫ് ഓഫ് സ്റ്റാഫിന്റെ സാമ്പത്തിക കൺസൾട്ടന്റുമായിരുന്ന ബ്രിഗേഡിയർ ജനറൽ റിട്ടയർഡ് ഡ്രീം അമിനാച്ച് വെളിപ്പെടുത്തി. ഈ വിവരങ്ങൾ വൈനെറ്റ് ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. അമിനാച്ചിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് യുദ്ധത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം ഏകദേശം $1.45 ബില്യൺ ആണ് ഇസ്രായേൽ ചെലവഴിച്ചത്. ഇതിൽ ഇറാനെതിരായ ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തിന്റെ ചിലവുകളും ഉൾപ്പെടുന്നു. അതായത് ഫ്ലൈറ്റ് ഹവേഴ്സിനും വെടിക്കോപ്പുകൾക്കായി $593 ദശലക്ഷം ചെലവഴിച്ചു. ബാക്കിയുള്ള തുക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും റിസർവ് സൈനികരെ സജ്ജമാക്കുന്നതിനും വേണ്ടിയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ഈ കണക്കുകളിൽ സാധാരണക്കാർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളോ സാമ്പത്തിക പ്രത്യാഘാതങ്ങളോ ഉൾപ്പെടുന്നില്ലെന്ന് വൈനെറ്റ് ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നു. ഇവയെല്ലാം നേരിട്ടുള്ള ചിലവുകൾ മാത്രമാണ് എന്നും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ, അതായത് GDPയിലുള്ള സ്വാധീനം ഉൾപ്പെടെയുള്ള പരോക്ഷ ചിലവുകൾ ഈ ഘട്ടത്തിൽ അളക്കാൻ കഴിയില്ല എന്നും വൈനെറ്റ് ന്യൂസ് അമിനാച്ചിനെ ഉദ്ധരിച്ചു പറയുന്നു. ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം നിലവിലെ സാമ്പത്തിക വർഷത്തേക്ക് GDPയുടെ 4.9%, അത് ഏകദേശം $27.6 ബില്യൺ വരും എന്ന കമ്മിയുടെ പരിധി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ ബജറ്റിൽ ഒരു അടിയന്തര കരുതൽ ധനം ഉൾപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിന്റെ ഭൂരിഭാഗവും ഗാസയിലെ യുദ്ധത്തിൽ ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു. നിലവിലെ ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ചെലവുകൾക്ക് ഈ കരുതൽ ധനം തികയാതെ വരുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ്. മന്ത്രാലയം 2025 വളർച്ചാ പ്രവചനം 4.3% നിന്ന് 3.6% കുറച്ചതായും വൈനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക ഭാവിയെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇസ്രായേൽ പ്രതിദിനം $725 ദശലക്ഷം ചെലവഴിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതെ, നിലവിലെ കണക്കനുസരിച്ച് അത് അങ്ങനെയാണ്. അത് മിസൈലുകൾ, ജെറ്റുകൾ, ഇന്ധനം, സൈനികരെ വിന്യസിക്കൽ തുടങ്ങിയ നേരിട്ടുള്ള സൈനിക ചെലവുകൾ മാത്രമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് അടിവരയിടുന്നു. ഇത് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ ദീർഘകാലത്തേക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഉത്തരം നൽകിക്കൊണ്ട് സർക്കാർ 2025 വളർച്ചാ പ്രവചനം ഇതിനോടകം താഴ്ത്തിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ കൂടുതൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഗസയിലെ യുദ്ധം ഇതിനകം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇറാനുമായുള്ള പുതിയ സംഘർഷം ഇസ്രായേലിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ ഉയർത്തുകയാണ്.